ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാ സാറേ. എന്തുവാടാ? ചിലപ്പോ മോൾ ഇന്ന് വരും. അതെങ്ങനെ? അതിനുവേണ്ട നിയമപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ മോളെ തടഞ്ഞു നിർത്താൻ കാരണങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഹരിയെയോ വീണയുടെ അച്ഛനെയോ പൂർണ്ണമായി ഞാൻ കുറ്റം പറയില്ല. മനുഷ്യരെ തമ്മിൽ ഇണക്കിച്ചേർക്കുന്നത് ജന്മമൊന്നുമല്ല, സാഹചര്യങ്ങളാ. പക്ഷേ കുഞ്ഞ് നമ്മുടേതാണെന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് താനും. സത്യം പറഞ്ഞ ഹരിയോടും വീണയുടെ അച്ഛനോടും നേരിട്ടൊന്ന് സംസാരിച്ചാൽ എന്താണ് ഞാൻ ആലോചിച്ചത്. പിന്നെ അവര് നിങ്ങളോടുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞാലോന്ന് വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. ആർക്കും ഒരു വേദനയും തട്ടാതെ ഇതൊക്കെ പരിഹരിക്കണമെന്നായിരുന്നു എന്റെ ഒരു താല്പര്യം. എന്റെയും താല്പര്യം അതായിരുന്നു അച്ഛാ. ഞാനും അതായിരുന്നു ചിന്തിച്ചത്. അച്ഛനും ഹരിയേട്ടനും ഒക്കെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛ, എനിക്ക് അവളെ അതുപോലെ സ്നേഹിക്കണ്ടേ? അതിനിപ്പോ എന്തു വഴിയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? പോലീസുകാർ തന്നെ. അഡ്വക്കേറ്റ് നന്ദിത പോലീസിന്റെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവര് പോവുമെന്ന് ഇപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ ഇപ്പൊ അവരോട് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോ ഒരു ബലപ്രയോഗം വേണ്ടി വന്നേക്കാം. എന്തായാലും കെയർഫുൾ ആയിരിക്കണം. ശരി സർ. വാ. എക്സ്ക്യൂസ് മീ. എന്താ സാറേ? ഹരിയെന്ന് വിളിക്കോ? വിളിക്കേ സാർ. സാറിരിക്കൂ. ഇറ്റ്സ് ഓക്കെ. ഹരി, ഹരി. എന്താ സാറേ? മുൻപൊരിക്കൽ വീണയുടെ ഒരു പരാതിയുടെ പേരില് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു, കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഓ, അന്ന് നിങ്ങൾ അതിന് തടസ്സം നിന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചേ വീണയുടെ ചില കാര്യങ്ങളിൽ ഉത്തരവില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിടുകയും ചെയ്തു. അല്ല, പിന്നെ ഇപ്പൊ എന്തുവാ പ്രശ്നം? ഇപ്പൊ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനല്ല, SP സാറാ. SP സാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അല്ല സാറേ, ഉദ്യോഗസ്ഥന്റെ വലിപ്പം മാറിയതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമൊന്നും മാറുന്നില്ലല്ലോ സാറേ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഇപ്പൊ ഈ കുട്ടിക്ക് വേണ്ടി ഒരു ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നിച്ചാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ തടയാൻ പറ്റും? സോ എനിക്ക് കിട്ടിയ നിർദ്ദേശം എനിക്കനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോവാ. എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട. നിത്യാമ്മ പറ. അച്ഛ എന്നെ കൊണ്ടുപോയില്ലേ പറ അച്ഛ. ഞാൻ പോവില്ല അച്ഛ. അച്ഛ എന്തെങ്കിലും ഒന്ന് പറ അച്ഛ. അപ്പൊ എങ്ങനെയാ ഹരി? കാര്യങ്ങളൊക്കെ ബോധ്യമായി കാണുമല്ലോ.
കൊച്ചിന്റെ ഡ്രസ്സോ മറ്റോ എടുത്തു വിടാനുണ്ടെങ്കിൽ എടുത്തോളൂ. സർ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഒട്ടും മനസാക്ഷിയില്ലേ? പല സമയത്തും മനസാക്ഷിയും നിയമവും തമ്മിൽ ഒത്തുചേരാറില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വരില്ല. ഞാൻ വരില്ല. അയ്യോ വാ മോളെ. വീട്ടിൽ ഞാൻ വരില്ല. സാറേ ഒന്ന് പറ സാറേ. ദാ, നിന്റെ കുഞ്ഞിനെ വിടടാ. മോളെ മാറടി. എന്റെ കുഞ്ഞിനെ ദേഹത്തോട്ടാണ്ടല്ലോ. അമ്മാവാ. നീ മിണ്ടരുത്. നിങ്ങൾ നിയമം പറയല്ലേ വന്നേ? എനിക്കറിയാവുന്ന നിയമം ഇതാ. എന്റെ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കൈയാണെങ്കിലും ഞാൻ വെട്ടിയിരിക്കും. അമ്മാവാ. നീ മിണ്ടാറിയടാ. എന്ത് പറഞ്ഞാലും നിയമം നിയമം. സാധാരണക്കാര് വേദനിക്കുമ്പോഴേ ഒന്നും ചെയ്യാത്ത നിയമത്തെ കുറിച്ച് എനിക്കൊന്നും കേൾക്കേണ്ടതാ പറഞ്ഞേ. എന്റെ കൊച്ചു ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായ? മിസ്റ്റർ രാമകൃഷ്ണൻ, നിങ്ങൾ അതിക്രമമൊന്നും കാണിക്കരുത്. നിങ്ങൾ ആ വെട്ടത്തി താഴെയിട്. ഇല്ല, താഴെയാണോ പറഞ്ഞത്? ഇല്ലെന്നാ പറഞ്ഞേ. വെട്ടത്തി താഴെ. വിടാനല്ലേ പറഞ്ഞത്? കൈയെടുക്ക് സാറേ. അമ്മ വിടേ. ഞാനിപ്പോ വരാം സാറേ. അപ്പൂപ്പ. ഇതാ സാറേ. എന്തുവാടാ? മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കാനുള്ള സ്റ്റേ ഓർഡർ. ഇത്രയും കാലം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വീണ കുഞ്ഞിനോട് പെരുമാറിയിട്ടില്ല എന്നുള്ളത് കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ട് തന്ന സ്റ്റേ. ഇതനുസരിച്ച് കുഞ്ഞിനെ പിടിച്ചെടുക്കാൻ ഒരു അതോറിറ്റിക്കും കഴിയില്ല. നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഐ എം സോറി. ഞങ്ങൾക്ക് കോടതിയെ ബഹുമാനിച്ചല്ലേ പറ്റൂ. പാടോ. ഹരി, ഇത് എപ്പോഴാ വാങ്ങിച്ചേ? മിനിഞ്ഞാന്ന് എന്നെ കുറെ നേരം കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ബഹളം വെച്ചില്ലേ? ഓ, ഇതിന്റെ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. അച്ഛാ, മോളെ, നിന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും.